ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ 25-ാമത്തെ ദിവസമാണിന്ന്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ ശുശ്രൂഷകളുള്ളത്. 31-ാം തീയതി അവസാനിക്കും. ഈ 25-ാം തീയതി ഇന്നു മുതൽ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരോടും പറ, അറിയാത്തവരോട് കൂടാത്തവരോടൊക്കെ ഒന്ന് പറയണം. ഈ ശുശ്രൂഷകളിൽ ഒരു നിയോഗത്തോടെ ഇന്നു മുതലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ പറയൂ. നിങ്ങൾ ഈ ഇനിയുള്ള 5-6 ദിവസം കുറച്ചുകൂടി ആത്മാർത്ഥതയോടെയും സീരിയസോടെയും കൂടെ വചനത്തിൻ്റെ മുമ്പിൽ നിയോഗം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് കൂട്ടുക. നിങ്ങളെല്ലാവരും ഇത് ഒത്തിരി ഷെയർ ചെയ്ത് ഒത്തിരി പേരുടെ കരങ്ങളിൽ, ജീവിതങ്ങളിൽ ഈ വചനം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും അത് ഷെയർ ചെയ്യാൻ കാണിച്ച് ഈ വചനം പലരുടെയും ജീവിതത്തിലെത്താൻ കാരണമായ വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. അതിൻ്റെ അനുഗ്രഹവും നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. അതെനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവം എന്നെ നിയോഗിച്ചത്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം എനിക്ക് ഈ ശുശ്രൂഷ നൽകി നിയോഗിച്ചിരിക്കുന്നത്. ഈ നിയോഗ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ എല്ലാവരോടും അറിയിക്കുകയാണ്. ധാരാളം ആളുകളാണ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത്. നിങ്ങളും അതിൽ പങ്കാളിയാണ്. നിങ്ങളും ഈ സ്പിരിച്വൽ ഫാമിലിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന നാളുകളും കാണാൻ പോകുന്ന നാളുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നിയോഗം എഴുതിയ ആ കടലാസും ഈ 107-ാം സങ്കീർത്തനത്തിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. നമുക്ക് ആ 107-ാം സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പൊരു കാര്യം അറിയിക്കുന്നു. ഈ ശുശ്രൂഷ 31-ാം തീയതി അവസാനിക്കുമെങ്കിലും അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ, വയനാട്ടിലുള്ള ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നിയോഗ പ്രാർത്ഥന, അതായത് രാവിലെ 6 മുതൽ 10 മണി വരെ ആളുകളെ കണ്ട് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് നിയോഗ പ്രാർത്ഥന കൊടുത്ത് നിയോഗം എടുക്കുകയാണ്. ഒരു നിയോഗമായി അത് എടുക്കുകയാണ്. എന്നിട്ട് ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ദിവസങ്ങൾ നിയോഗമായി നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആയിരക്കണക്കിന് ആളുകൾ ഈ ആലയത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ചയുമായി പ്രാർത്ഥനയ്ക്കായി ഇവിടെ വരുന്നുണ്ട്. ദൈവം ഒത്തിരി പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള വലിയ നന്ദി ദൈവത്തോട് അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരും ഈ ശുശ്രൂഷയിൽ ഇനി ഒത്തിരി പേര് പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിലൂടെ എഴുന്നേൽപ്പിക്കും. ഒത്തിരി അനുഗ്രഹമായി മാറും. 107-ാം സങ്കീർത്തനത്തിലേക്ക് ആ നിയോഗം കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും സമർപ്പിച്ച് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് എൻ്റെ ഈ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ എൻ്റെ ഈശോയെ, എൻ്റെ നിയോഗങ്ങൾ സ്വീകരിച്ച്, എൻ്റെ ആവശ്യങ്ങൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഈ 25-ാമത്തെ ദിവസമാണ് ഇന്ന്. സങ്കീർത്തനം ഇന്നലെ കേട്ട അതേ സങ്കീർത്തന അധ്യായം 107-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 10 മുതൽ 14 വാക്യങ്ങൾ 107-ാം സങ്കീർത്തനമാണ്. ബൈബിൾ എടുത്തുകൊണ്ട് വന്നേ. ആ തുറന്നു വച്ച് ആ നിയോഗത്തിൻ്റെ പേപ്പർ അവിടെ വെച്ച് ഡയറിയും പേനയൊക്കെ വെച്ച് നല്ല പ്രാർത്ഥനയോടെ ഈ സമയം ഇരുന്ന് കേൾക്കുകയാണ്. വചനം വായിക്കുകയാണ് ഞാൻ. 107-ാം അധ്യായം 10-ാമത്തെ വാക്യം. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. ഒന്നും കൂടെ വായിക്കാം. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ഇരിപ്പും സാഹചര്യവും. ഞാൻ ഈ 10-25 ദിവസം പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോണുകളും നേരിട്ടുള്ള അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതുപോലൊക്കെ ആയിരുന്നു ഒരുപാട് മനുഷ്യരും. പീഡിതരും വിഷമമുള്ളവരും ബന്ധിതരും അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ചടഞ്ഞിരുന്നവർ, മനസ്സുകൊണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് തളർന്നു പോയവർ. 11-ാമത്തെ വാക്യം. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു. അങ്ങനെ സങ്കടത്തിലൊക്കെ ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനമോ അതിനോടൊന്നും ഒരു വിലയില്ല. പ്രാർത്ഥനയോ അതൊക്കെ ധിക്കരിച്ചു, പുച്ഛഭാവത്തോടെ കളഞ്ഞു. അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു. അവർ വീണു. സഹായിക്കാൻ ആരും ഉണ്ടായില്ല. എന്നെ കേട്ടെ,
പലരും പല സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ ഇരുന്നപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം ഒന്ന് ഫോണിൽ ഒന്ന് കേട്ടേ ഒരു 10 മിനിറ്റ്. പിന്നെ വചനമോ പിന്നെ പ്രാർത്ഥനയോ അങ്ങനെയൊക്കെ അതിനെ തള്ളി പുച്ഛിച്ച് കളഞ്ഞിട്ട് എഴുന്നേറ്റു എന്നാണോ വീണു എന്നാണോ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കേ. ഒത്തിരി പേര് പ്രാർത്ഥനയെയും വിശ്വാസത്തെയും ആരാധനയും വചനത്തെയൊക്കെ വിലയില്ലാതെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നാണോ? അവർ വീണു. സഹായിക്കാൻ ആരും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, നല്ല ശരീരവും ആരോഗ്യവും പണവും ഒക്കെ ഉള്ളപ്പം പ്രാർത്ഥനയും തള്ളും, ആരാധനയും തള്ളും. വചനം, പ്രാർത്ഥന ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഇതൊക്കെ ചുമ്മാ വെട്ടിപ്പാണ്. മനുഷ്യരെ പറ്റിക്കാൻ ഓരോ ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കോളും, ഇങ്ങനൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, എവിടെയേലും ഒന്ന് തട്ടി വീഴുമ്പോഴും ആരും സഹായിക്കാൻ ഇല്ലാതാകുമ്പോഴൊക്കെയാ പലർക്കും ബോധവും ബോധോദയൊക്കെ ഉണ്ടാകുന്നത്. പലർക്കും പല പല തോന്നലുകളും പല തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥനയെ പുച്ഛിച്ചവർ, എന്നിട്ട് അവർ വീണു. സഹായിക്കാൻ ആരും ഉണ്ടായില്ല, സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ആരാ വീണതെന്ന് നോക്കിക്കേ, ആരാ വീണത്? ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചവർ. എന്തു പ്രാർത്ഥന? നിങ്ങൾ വേണേ പ്രാർത്ഥിച്ചു, എന്നെ അതിനൊന്നും കിട്ടിയല്ല. ധിക്കരിച്ചവർ, അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചവർ. എന്നിട്ട് അവരുടെ മനസ്സിടിഞ്ഞോ? അടിമവേല കൊണ്ട് അവരുടെ മനസ്സിടിഞ്ഞു. പണിയെടുത്തും ജോലി ചെയ്ത് മനസ്സിടിഞ്ഞു. ഇനി 13-ാമത്തെ വാക്യം ഒരു വലിയ തിരിച്ചറിവ് കിട്ടി. ആര് സഹായിക്കാനില്ലാതെ തളർന്നു കിടന്നപ്പം അപ്പോൾ ആ 13-ാമത്തെ വാക്യം, അപ്പോൾ ഇത്രയും വിഷമവും സങ്കടമൊക്കെ വന്നപ്പോ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്താ നിയോഗ പ്രാർത്ഥനയിൽ എന്താ ഇത്ര പ്രത്യേകത? എന്താ അത്ഭുതം? തങ്ങളുടെ കഷ്ടതയിലായിരുന്നവർ, വേദനയിൽ, സങ്കടത്തിൽ, പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ ഇരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി കഷ്ടതയിൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. എന്തു കാര്യമുണ്ടായി? അടുത്ത ഭാഗ്യം നോക്കി. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. 31 ദിവസം നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വച്ചു, വചനം പ്രാർത്ഥിച്ച്, വചനം ഹൃദയത്തോട് ചേർത്ത് വച്ചപ്പം അനുഭവിച്ചിരുന്ന, അവരെ വരിഞ്ഞ് മുറുക്കിയിരുന്ന എത്രയോ ഞെരുക്കങ്ങളിൽ നിന്നാണ് ദൈവം അവരെ രക്ഷിച്ചത്. എത്രയോ പേരാ, 10,000-കണക്കിന് ആളുകൾ ആ മെസ്സേജും ഫോണും വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഞെരുക്കങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾക്കത് വലിയ വിടുതലായി, ഞങ്ങളെ ഇത് നിർത്തരുത്, ഞങ്ങളിത് എങ്ങനെ ഇത് ഇല്ലാത്തൊരു സമയം ചിന്തിക്കാൻ പറ്റുന്നില്ല, ഈ വചനം കേട്ടിട്ടാ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. എന്താ അവർ പറയാൻ കാരണം? വചനത്തിൽ ജീവിതം തുടങ്ങിയപ്പോൾ ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന അനുഭവം ഉണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് പറയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ അത് എഴുതിയിടണം. ഞങ്ങളെ ദൈവം ഈ വചനത്തിലൂടെ സഹായിച്ചുവെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം. അനേക ആളുകൾ അറിയട്ടെ, ഈ പ്രാർത്ഥന ഉത്തരം കണ്ട പ്രാർത്ഥനയാണ്, ഫലം കണ്ട പ്രാർത്ഥനയാണ്. ഇത് വെറുതെ ആയിട്ടില്ല, ഇത് വലിയൊരു അനുഗ്രഹമാ, അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളാ, സാക്ഷ്യങ്ങളാ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞെരുക്കങ്ങളിൽ രക്ഷിച്ചു. 14-ാമത്തെ വാക്യം, അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവിടെയായിരുന്നു അവരുടെ ജീവിതവും അവസ്ഥയൊക്കെ. പക്ഷെ അവരാ പ്രാർത്ഥന, അവരുടെ മനസ്സ് പണ്ട് പ്രാർത്ഥനയോടും ഉപദേശത്തോടും ധ്യാനത്തോടും ഒക്കെ പുച്ഛവും പരിഹാസവും ധിക്കാരവും ഒക്കെ ആയിരുന്നു. പക്ഷെ ആര് സഹായിക്കാനില്ലാതെ വന്നപ്പം, വീണു പോയപ്പം തിരിച്ചറിവുണ്ടായി. എന്നിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പം ദൈവം എന്തു ചെയ്തു? അവിടുന്ന് അവരെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്. എന്താ ഇരുട്ട്? ഒത്തിരി പേര് ഇരുട്ടിലാണ്. ഇരുട്ടിലിരുന്നാലുള്ള പ്രശ്നം, മുമ്പിലുള്ളത് കാണില്ല. മുമ്പിൽ നല്ല ആപ്പിളും മുന്തിരിയും നല്ല ഭക്ഷണമൊക്കെ വച്ചിരിക്കുക, പക്ഷെ ഇരുട്ടാ. കാണാൻ പറ്റുമോ? അതെല്ലാം മുന്നിലുണ്ട്. കറണ്ട് ലൈറ്റ് വരുമ്പോഴാ ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. ഇരുട്ടുള്ളപ്പോൾ മുമ്പിലുള്ള പലതും കണ്ടിട്ടില്ല. അതാ നിരാശപ്പെട്ടത്, വിഷമിച്ച് തളർന്നത്. നിനക്കും മനസ്സും ബുദ്ധിയും എല്ലാം ഇരുട്ട് കയറിയിരിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്നേ. ഈ വചനം നിന്നെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയാണ്. എഴുതിയിരിക്കുന്നു, നോക്കൂ, അവർ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ നിയോഗ പ്രാർത്ഥന ലക്ഷക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിൽ നിയോഗം വെച്ച് നിലവിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? എന്താ ബൈബിൾ വചനം പറയുന്നത്? അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു.
പുറത്തു കൊണ്ടുവന്നു. ഏതവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? തകർന്നും തരിപ്പണമായി, കടം കയറി, രോഗമാണോ, പ്രശ്നമാണോ, പ്രതിസന്ധിയാണോ? ചിലർ ഷുഗർ കൊണ്ട്, ചിലർ പ്രഷർ കൊണ്ട്, ചിലർ മാരകമായ രോഗവും കൊണ്ട്, ഒന്നിനു പുറകെ ഒന്നായി ഓപ്പറേഷൻ, കിടപ്പിലായ അവസ്ഥയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരും കേട്ടോ. ദൈവം നിങ്ങളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും. അന്ധകാരത്തിൽ നിന്നും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും. മരണത്തിന്റെ നിഴൽ വീണ വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇനി എങ്ങനെ കയറി വരാന്നാ വിചാരിക്കുന്നത്? ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മരണത്തിന്റെ നിഴലിലാണോ, ദൈവത്തിലാണോ ആശ്രയിച്ചിരിക്കുന്നേ? പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അടുത്ത വാക്യം നോക്കൂ, അവരുടെ ബന്ധനങ്ങളെ പൊട്ടിച്ച് എറിഞ്ഞു. പുച്ഛിച്ചും വിമർശിച്ചും കളിയാക്കിയും നടന്നപ്പോഴല്ല അനുഗ്രഹം ഉണ്ടായത്. ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞത് ദൈവം പുറത്ത് കൊണ്ടുവന്നത്. ബോധോദയം വന്നു, തിരിച്ചറിവ് വന്നു. ഇങ്ങനെ പോയാൽ പോരാ, ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ച ആ ഒരു ബോധ്യം വന്നപ്പോൾ ദൈവം ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചെറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം അവരെ കേൾപ്പിക്കണം. എല്ലാത്തിനെയും പുച്ഛിച്ചും പരിഹസിച്ചും തള്ളിപ്പറഞ്ഞും വിമർശിച്ചും കളിയാക്കിയൊക്കെ ഇരുന്നപ്പം വീണു, തകർന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നേ. സഹായിക്കാൻ ആരും ഉണ്ടായില്ലെന്ന്. എന്നാൽ ഒരു വാക്യം കഴിഞ്ഞപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോഴോ ദൈവം ഓടി വന്ന് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു. 25-ാം ദിവസം ഈ വചനം നിങ്ങൾ ആയിരങ്ങളിലേക്ക് കൊടുത്തേ, 10,000-ങ്ങളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക. ഇത് കേൾക്കട്ടെ. ഈ വചനമൊക്കെ അറിയാത്തവരുണ്ടെന്നേ, ഈ വചനം കേൾക്കാത്തവരുണ്ട്, ഇത് മനസ്സിലാക്കാത്തവരുണ്ട്. അവരറിയട്ടെ. നിങ്ങളിലൂടെ ഒരാളുടെ ജീവിതത്തിന്റെ ബന്ധനം മാറുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങളും ജീവിതവും നിങ്ങൾക്കുണ്ടാകട്ടെ. അനേകർക്ക് ഈ വചനം കൊടുക്കണം, അനേകരോട് പറയണം ഈ ദിവസത്തെ വചനം കേൾക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗം ഈ ഒരു 107-ാം സങ്കീർത്തനം ഇന്നലത്തെ പോലെ ഒന്ന് ചേർത്ത് വെച്ച് ഇന്ന് നിങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്ന ദൈവോധന ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങൾ, എന്നും പ്രശ്നം, എന്നും പ്രതിസന്ധി, എന്നും വഴക്ക്, എന്നും അസ്വസ്ഥത, അത് ബന്ധനമാണ്. പൊട്ടിച്ചെറിയ ദൈവം പൊട്ടിച്ചെറിയും. രോഗത്തിന്റെ, തകർച്ചയുടെ, കടബാധ്യതയുടെ, അസ്വസ്ഥതയുടെ, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയും. ദൈവവചനത്തെ അത്ഭുത ശക്തി നിങ്ങളിൽ വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിയോഗ പ്രാർത്ഥന 25-ാമത്തെ ദിവസമാണ്. കുറെ കൂടി ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ സ്നേഹത്തോടും കൂട്ടായ്മയോടും കൂടെ പങ്കെടുക്കാം. സാധിക്കുന്ന കുടുംബക്കാരോട്, കൂട്ടായ്മയിലുള്ളവരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറ. ഒട്ടും മാറ്റം വരുത്താതെ ഈ കുറച്ച് ദിവസം കൂടി ഒന്ന് പ്രാർത്ഥനയിൽ ഒരുമിക്കാൻ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, സഭാവ്യത്യാസമന്യേ, ജാതി മത ഭേദമന്യേ 10,000-ങ്ങൾ, ലക്ഷങ്ങളാണ് ഈ വചന അനുഗ്രഹമായി മാറിയത്. മറക്കരുത്, ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ്. ഈ ആലയത്തിലും ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഓരോ വ്യാഴാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ചക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന അത്ഭുത കാഴ്ചകൾ ഞങ്ങൾ കാണുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഒരു സാക്ഷ്യം ഈ അൾത്താരയിൽ ഉയരാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥന 107-ാം സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? നിയോഗത്തെ സമർപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിയോഗം സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അഭിഷേകമായി, അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അത് സൗഖ്യമായി തീരട്ടെ. അവർ ദൈവത്തെ പുച്ഛിച്ചു, ദൈവത്തിൻ്റെ ആലോചനകളെ പുച്ഛിച്ച് തള്ളിയത് കൊണ്ട് അവർ വീണു. സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അവർ മടുത്തു, വിഷമിച്ചു എന്നാണ്. എന്നാൽ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോഴോ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. അവരുടെ ഇരുട്ട് മാറി, മരണത്തിൻ്റെ നിഴൽ മാറി. അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന ബന്ധനങ്ങളെ ദൈവം പൊട്ടിച്ചെറിഞ്ഞു. ഈ അനുഭവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണം, ആപത്തനർത്ഥങ്ങൾ, മൂപ്പത്താത്ത മരണം എന്നിവയിൽ
നിന്നെല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് മിടുക്കരാകാനുള്ള നല്ല ഭാവിയും വഴികളും ഒരുക്കട്ടെ. അവരുടെ ബുദ്ധി പ്രകാശിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ദൈവനാമത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. ദൈവനാമത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നമുക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.